ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷമാണ് ക്യാമറയുടെ മുന്നിലേക്ക് വരുന്നത്. അതിൻ്റേതായൊരു മടിയുണ്ട്. അപ്പോൾ ഇത്ര ദിവസം നമ്മൾ നാട്ടിലായിരുന്നു. അപ്പോൾ നാട്ടിൽ നിന്ന് വന്നിട്ട് 2 ദിവസമായിട്ടേ ഉള്ളൂ. അപ്പോൾ ഒരു വീഡിയോ ചെയ്യാനുള്ളതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചാനൽ മോണിറ്റൈസേഷനായി. അത് നാട്ടിലുള്ളപ്പോഴാണ് കേട്ടോ ആയത്. അപ്പോൾ ഇപ്പോൾ ഒരു 10-12 ദിവസമായി മോണിറ്റൈസേഷൻ ആയിട്ട് എൻ്റെ ചാനലിൽ റവന്യൂ കിട്ടാൻ തുടങ്ങി. കുറച്ച് ക്യാഷ് കയറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളായിട്ട് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ചാനൽ തുടങ്ങിയിട്ട് 1 വർഷമായി. ഈ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ എങ്ങനെ 4000 മണിക്കൂർ ഞാൻ എത്തിച്ചു, അതുപോലെ 1000 സബ്സ്ക്രൈബേഴ്സിനെ എങ്ങനെ കിട്ടിയെന്നൊക്കെ ഒന്ന് പറഞ്ഞു തരാമെന്നും കൂടെ വിചാരിച്ചിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ചാനൽ മോണിറ്റൈസേഷൻ ആയി എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ റവന്യൂ കയറാൻ തുടങ്ങി. പക്ഷേ എനിക്കതെൻ്റെ കയ്യിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ എൻ്റെ അക്കൗണ്ടിൽ ഒരു $100 ആവണം. ഈ എല്ലാ ക്രിയേറ്റേഴ്സിനും അതുപോലെ യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണത്. പക്ഷേ വ്യൂവേഴ്സ് കുറേ പേരുണ്ട് എൻ്റെ, അവർക്ക് ചിലപ്പോൾ അത് അറിഞ്ഞോളണം എന്നില്ല. അപ്പോൾ അത് കാരണമാണ് ഞാൻ വീണ്ടും പറയുന്നത്. അപ്പോൾ ചെറിയ ക്യാഷേ ഇപ്പോൾ കയറി തുടങ്ങുന്നുള്ളൂ. അതായത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരുപാട് പൈസയൊന്നുമില്ല. ഒരു 12 ദിവസമൊക്കെ എടുത്തിട്ടാണ് എനിക്ക് $1 കയറിയത്. അപ്പോൾ ഒരു $100 ആയാലേ എനിക്ക് എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ വരുള്ളൂ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം, 10-12 ദിവസം കൊണ്ട് $1 കയറിയിട്ടുള്ളൂ. അപ്പോൾ ഒരു $100 ആവണമെന്നുണ്ടെങ്കിൽ ഞാൻ എത്രത്തോളം കഷ്ടപ്പെടണം എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കും. അപ്പോഴേ എനിക്ക് കയ്യിൽ ക്യാഷ് കിട്ടുള്ളൂ. എന്തായാലും ഞാൻ ഹാപ്പിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ചാനൽ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മോണിറ്റൈസേഷൻ ചെയ്തു. ആ ഒരു കാര്യത്തിൽ നല്ല ഹാപ്പിയാണ്. പിന്നെ അതുപോലെ അപ്പോൾ പറഞ്ഞു തരണം, 1 വർഷത്തിനുള്ളിൽ ഞാൻ എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അത് പുതിയതായിട്ട് വരുന്ന എല്ലാ ക്രിയേറ്റേഴ്സിനും, എല്ലാ യൂട്യൂബ് വീഡിയോ ചെയ്യുന്ന എല്ലാവർക്കും അതൊരു ഹെൽപ്ഫുള്ളായിരിക്കും. ഞാൻ മുകളിലേക്ക് നോക്കുന്നത് എന്താ വെച്ചാൽ, ഞാൻ രാത്രി ആട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ മോൻ മുകളിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. എൻ്റെ സംസാരം കേട്ടിട്ട് അവൻ എണീക്കുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് മനസ്സിലായത്, ഈ ഒരു 12 ദിവസത്തിനുള്ളിൽ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, വാച്ച് അവർ എത്തിക്കാനാണ് ഈസി. ഈ $1 നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. നമുക്ക് ഈസി ആയിട്ട് വാച്ച് അവർ എത്തിക്കാൻ പറ്റും. അതിനുള്ള ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞു തരാം. ഞാൻ ആദ്യം മുതലേ എനിക്കിത് അറിയില്ലായിരുന്നു. ഞാനൊരു ജനുവരി ലാസ്റ്റ് മുതലാണ് അങ്ങനെ ചെയ്തു തുടങ്ങിയത്. അപ്പോൾ അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരുവിധം 4000 മണിക്കൂർ എത്താത്ത ഒരുപാട് ആളുകൾക്ക് ഹെൽപ്ഫുള്ളായിരിക്കും അത് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാം എങ്ങനെയാണ് എത്തിച്ചത് എന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ കുറേ നേരമായി മോണിറ്റൈസേഷൻ ആയി എന്ന് പറയുന്നു. അതെന്താണെന്ന് കുറേ പേർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, യൂട്യൂബിൽ നമുക്ക് പൈസ കിട്ടണമെങ്കിൽ അവർക്ക് കുറേ ക്രൈറ്റീരിയകൾ മീറ്റ് ചെയ്യണം. അപ്പോൾ അതിൽ 2 ക്രൈറ്റീരിയകളാണ് 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവറും. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്താലാണ് നമുക്ക് യൂട്യൂബിൻ്റെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ചാനലിന് വേണ്ടിയിട്ട് പൈസ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രൊസീജിയർ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു പ്രൊസീജിയറിനെയാണ് മോണിറ്റൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ പ്രൊസീജിയർ ഞാൻ ചെയ്തു. പക്ഷേ അത് കംപ്ലീറ്റ് ആയിട്ടില്ല. കംപ്ലീറ്റ് ആവണമെങ്കിൽ ഇനി നമുക്ക് കുറച്ചുകൂടെ പണികളുണ്ട്. അതായത് പൈസ കിട്ടണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ അതിൽ ഇനിയും ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് മോണിറ്റൈസേഷൻ ആയിട്ട് ഒരു 10 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്കൊരു $100 നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയാൽ മാത്രമേ നമുക്ക് ക്യാഷായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുള്ളൂ. ഈ റവന്യൂ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് കിട്ടുന്ന പൈസയ്ക്കാണ് റവന്യൂ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യം മുതലേ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. എന്നെ 4000 മണിക്കൂർ എത്തിക്കാൻ അത് ഹെൽപ്ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ ആ സമയം മുതലേ ഒരുപാട് പേര് ചിന്തിച്ചത് എന്താണെന്ന് വെച്ചാൽ, ആ സമയം തൊട്ടേ എനിക്ക് ക്യാഷ് കിട്ടുന്നുണ്ടെന്നാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷേ അങ്ങനെയല്ല. ഇപ്പോഴും എനിക്ക് ക്യാഷ് കിട്ടി തുടങ്ങിയിട്ടില്ല. ഇനി കിട്ടണമെങ്കിൽ ഇനി നിങ്ങളുടെ എന്താ പറയുക ഹെൽപ്പ് വേണം. നിങ്ങൾ ഇനി എൻ്റെ വീഡിയോസ് കാണണം. ഇനി കാണുന്ന, അതായത് ഇപ്പം മുതൽ കാണുന്ന
വ്യൂ മാത്രമേ എനിക്ക് എൻ്റെ ക്യാഷിലേക്ക് ആഡ് ആവുന്നുള്ളൂ. അപ്പോൾ ഇത്ര കാലം കണ്ടത് എനിക്ക് എന്താ പറയുക, എൻ്റെ വാച്ച് അവർ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 4000 മണിക്കൂർ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹെൽപ്പായിരുന്നു. അപ്പോൾ ഇനി കാണുന്ന വ്യൂ ആണ് എനിക്ക് പൈസയായിട്ട് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ അത് കിട്ടാൻ ഇനി ഒരുപാട് സമയമുണ്ട്. ഞാൻ പറഞ്ഞു ഒരു 12 ദിവസം എടുത്തിട്ടാണ് $1 എനിക്ക് കയറിയത്. അപ്പോൾ $100 കിട്ടിയാലേ എനിക്ക് അക്കൗണ്ടിലേക്ക് പൈസ ക്രെഡിറ്റ് ആവുള്ളൂ. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, അപ്പോൾ എത്ര ദിവസം എനിക്കതിന് വേണ്ടി വരും എന്നുള്ളത്. അപ്പോൾ വാച്ച് അവർ എത്തിക്കാൻ ഇതിനേക്കാൾ ഈസി ആയിരുന്നു കേട്ടോ. വാച്ച് അവർ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് എത്തിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു ജൂൺ 13 വരുമ്പോൾ ഞാൻ ചാനൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് 1 വർഷമായി. അപ്പോൾ ആ 1 വർഷത്തിനുള്ളിലാണ് നമുക്ക് ഈ ഒരു 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവറും മീറ്റ് ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ അത് ഇപ്പോൾ 1 വർഷം ആവുന്നതിൻ്റെ 1 മാസം മുന്നേ എനിക്കത് ഓക്കെ ആയിട്ടുണ്ട്. ഞാനെല്ലാം അപ്ലൈ ചെയ്തതും എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഇനി എനിക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ റവന്യൂ, അതായത് ഈ ക്യാഷ് ഡോളറായിട്ട് എൻ്റെ യൂട്യൂബിൽ കയറും. അതിനുശേഷം $100 ആവുന്ന സമയത്ത് എനിക്കത് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. അപ്പോൾ ആ സമയത്ത് ഞാൻ നിങ്ങളോട് ഇതുപോലെ വീഡിയോ ഞാൻ ഇൻഫോം ചെയ്യാം. ആ സമയത്ത് എന്നോട് ചിലവ് ചോദിച്ച ഒരുപാട് പേരുണ്ട്. അവർക്കെല്ലാവർക്കും ഞാൻ ചിലവ് ചെയ്തു തരുന്നതാണ്. എന്നെ ഹെൽപ്പ് ചെയ്ത ഒരുപാട് പേരുണ്ട്. എന്നോട് ചിലവ് ചോദിച്ച ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നമുക്ക് എന്തായാലും ചിലവ് ചെയ്തു തരുന്നതാണ് ആ ഒരു സമയത്ത് കേട്ടോ. ഇപ്പോൾ ചിലവ് ചെയ്യാനായിട്ടില്ല, എനിക്കിതിന്നൊന്നും കിട്ടി തുടങ്ങിയിട്ടില്ല. ഒരു $100 എത്തിക്കണം, അതാണ് ഫസ്റ്റ് ടാസ്ക് ഇനി. അപ്പോൾ ഇനി ഈ വീഡിയോൻ്റെ അങ്ങോട്ട് യൂട്യൂബിൽ ഇപ്പോൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന, അതായത് 4000 മണിക്കൂർ എത്തിക്കാൻ വേണ്ടി പാടുപെടുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കുള്ള കുറച്ച് ടിപ്സാണ്, അതായത് അവർക്കുള്ള കുറച്ച് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മൊബൈലിലൂടെ ലാപ്ടോപ്പിലൂടെയൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഞാൻ പ്രിഫർ ചെയ്യുക ലാപ്ടോപ്പിലൂടെ ചെയ്യണം എന്നാണ്. എൻ്റെ ആദ്യത്തെ ഒരുപാട് വീഡിയോസ് ചെയ്തിരുന്നതെല്ലാം ഞാൻ മൊബൈലിലൂടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനൊന്നും ഞാൻ ടാഗുകൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പ്രോപ്പറായിട്ടുള്ള ഒരു ക്യാപ്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ വീഡിയോസ് വെച്ച് നോക്കുമ്പോൾ, അതുപോലെ തന്നെ ഞാൻ എൻ്റെ ലാപ്ടോപ്പിലൂടെ ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുള്ള വീഡിയോസ് വെച്ച് നോക്കുമ്പോൾ വ്യൂസിന് നല്ല മാറ്റമുണ്ട്. അപ്പോൾ നമുക്ക് വ്യൂ കിട്ടണമെങ്കിൽ നമ്മൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് ചെയ്യണം. വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവരേത് എല്ലാവർക്കും അറിയാം, അപ്ലോഡ് ചെയ്യുമ്പോൾ തൊട്ട് ആദ്യം മുതൽ അവസാനം വരെയുള്ള ആ പ്രോസസ്സ് എന്താണ്. അപ്പോൾ അതിനുള്ളിലുള്ള എല്ലാ കോളംസും നമ്മൾ പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക തന്നെ വേണം. ടാഗ്സൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങളാണ്. നമുക്ക് ടാഗ് കിട്ടാനുള്ള, കോപ്പി പേസ്റ്റ് ചെയ്യാനുള്ള സൈറ്റുകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് അതിൻ്റെ ലിങ്ക് ഞാൻ പറഞ്ഞു തരാം. വളരെ ഈസി ആയിട്ട് നമുക്ക് ടാഗുകൾ കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു എന്താ പറയുക, നമ്മൾ ടൈപ്പ് ചെയ്ത് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് ആ സൈറ്റിൽ നിന്ന് നമുക്ക് വേണ്ട ടാഗുകൾ കോപ്പി ചെയ്ത് അതുപോലെ നമുക്ക് നമ്മുടെ യൂട്യൂബിൻ്റെ ടാഗ്സ് എന്നുള്ള ഓപ്ഷനിൽ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ പ്രോപ്പറായിട്ടുള്ള ഒരു ക്യാപ്ഷൻസ് കൊടുക്കുക, അതുപോലെ തംബ്നെയിൽ നിർബന്ധമായിട്ടും കൊടുക്കുക. എൻ്റെ ആദ്യത്തെ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതിലൊന്നും തംബ്നെയിൽ ഇപ്പോഴും ഇല്ല. ആ സമയത്ത് ഞാൻ ചെയ്തിട്ടില്ല, അതുപോലെ തന്നെയാണ് ഇപ്പോഴും അത് ഇരിക്കുന്നത്. ഞാനത് ചേഞ്ച് ചെയ്തിട്ടില്ല. അതുപോലെ അവിടെ ഇരിക്കട്ടെ. എന്താ പറയുക, നമ്മൾ വന്ന വഴി അതാണല്ലോ, അതൊരു ഓർമ്മയ്ക്ക് അവിടെ ഇരിക്കട്ടെ എന്ന് കണ്ടിട്ടാണ് ഞാൻ ആ വീഡിയോസൊന്നും ചെയ്തിട്ടില്ല. അതുപോലെ അവിടെ ഇരിക്കുകയാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിൽ ഒരു ഓപ്ഷനുണ്ട്, പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഏത് കാറ്റഗറിയിൽ പെടും, നമുക്ക് ഒരുപാട് ഫോൾഡറുകൾ ഉണ്ടാക്കിയിടാൻ പറ്റും നമ്മുടെ യൂട്യൂബിൽ. അതായത് നമ്മൾ എന്തിനെ പറ്റിയുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്, ഏത് തരത്തിലുള്ളത്. ഇപ്പോൾ കുക്കിംഗ് ആണെങ്കിൽ കുക്കിംഗ് മാത്രം, ഇപ്പോൾ നമ്മൾ ടിപ്സ് കൊടുക്കുകയാണെങ്കിൽ ടിപ്സ് മാത്രം, അതുപോലെ യൂട്യൂബിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അത് മാത്രമായിട്ട് നമുക്ക് ഓരോ ഫോൾഡറുകൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു പ്ലേലിസ്റ്റുകൾ നമ്മൾ ഉണ്ടാക്കി വയ്ക്കുക. ഈ ഫോൾഡറിന് ഉദ്ദേശിച്ച പ്ലേലിസ്റ്റിനെയാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഓരോരോ സെക്ഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കുക്കിംഗ് ആണെങ്കിൽ ആ ഒരു സെക്ഷനിൽ കുക്കിംഗ് മാത്രം ഇൻക്ലൂഡ് ചെയ്യിക്കുക. ഓണത്തിൻ്റെ സെലിബ്രേഷൻ ആണെങ്കിൽ എല്ലാ വർഷത്തെയും ഓണ സെലിബ്രേഷൻ ആ ഒരു ഫോൾഡറിൽ മാത്രം. അതുപോലെ വിഷു, അതുപോലെ ക്രിസ്മസ്, അതുപോലെ റംസാൻ,
അപ്പോൾ ഇതിൻ്റെ എല്ലാം സെക്ഷൻസ് സെപ്പറേറ്റ് ആക്കിയിട്ട് ആ ഒരു പ്ലേലിസ്റ്റിനുള്ളിൽ തന്നെ വീഡിയോ നോക്കി നമ്മൾ ഏത് ടൈപ്പ് വീഡിയോ ആണോ ചെയ്യുന്നത് വെച്ചാൽ അതേപോലെ തന്നെ അതിലേക്ക് ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതെന്തിനാന്ന് വെച്ചാൽ അതിനെക്കൊണ്ട് നമുക്ക് ഒരു വലിയ യൂസ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് വാച്ച് അവർ കൂട്ടാൻ വേണ്ടി നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഡിവൈസ്, അതായത് നമ്മുടെ ഫോണോ അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പ് എന്തായാലും നമുക്ക് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ വീഡിയോസ് തന്നെ റൺ ചെയ്യിക്കാൻ പറ്റും. അതിലൂടെ നമുക്ക് വാച്ച് അവർ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് കുറച്ചൊരു വാച്ച് അവർ കിട്ടിയിട്ടുണ്ട്. കാരണം ഞാൻ ഈ ഒരു ടെക്നിക്ക് മനസ്സിലാക്കാൻ ഒരുപാട് ലേറ്റായിപ്പോയി. ലാസ്റ്റൊക്കെ ആയപ്പോഴാണ് ഞാനതൊരു ഇത് മനസ്സിലാക്കിയത്. അപ്പോൾ അത് കാരണം അതിന് ശേഷം ഞാനും ഇങ്ങനെ എൻ്റെ മൊബൈൽ ഫ്രീ ആവുന്ന സമയത്ത് ഇതുപോലെ പ്ലേലിസ്റ്റ് എടുക്കും. പ്ലേലിസ്റ്റിൽ കയറിയിട്ട് ഓരോ ഫോൾഡർ ഓപ്പൺ ചെയ്ത് വയ്ക്കും. വീഡിയോ ഓണാക്കി വെച്ചിട്ട് ഞാൻ ഇപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യും. അപ്പോൾ അങ്ങനെ ഓണാക്കി വെക്കുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിൽ നമ്മുടെ ആ ഫോൾഡറിലുള്ള വീഡിയോസ് മാത്രമേ റണ്ണാവുള്ളൂ ആ സമയത്ത്. അതിൻ്റെ ഇടയിൽ വേറെ വീഡിയോസൊന്നും വന്ന് റണ്ണാവില്ല. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് അത് ഓപ്പൺ ചെയ്ത് വെച്ച് പോയി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് അവിടെ റണ്ണായിക്കൊണ്ടിരിക്കും. ഇത് അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ അത് ഒരുപാട് നേരം അങ്ങനെ ചെയ്യരുത്. വല്ലപ്പോഴൊക്കെ നമ്മുടെ ഫോൺ ഫ്രീ ആവുന്ന സമയത്ത് നമുക്ക് നമ്മുടെ പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത് നമ്മുടെ വീഡിയോസ് ഓൺ ചെയ്തിടാം. ഞാനങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫോണിലും എനിക്ക് വേറൊരു ഫോണും കൂടെ കയ്യിലുണ്ടായിരുന്നു. എക്സ്ട്രാ ഒരു ഫോണും കൂടെ ഉള്ള കാരണം അതിലും കൂടെ ഞാൻ ഒരു മെയിൽ ID ഉണ്ടാക്കിയിട്ട് ഇതുപോലെ എൻ്റെ ചാനലിൽ കയറി പ്ലേലിസ്റ്റ് എടുത്തിട്ട്, അപ്പോൾ അതിൽ നമ്മൾ കുറേ ഫോൾഡേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ ഏതെങ്കിലും ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്തിടും, വീഡിയോ ഓൺ ആക്കിയിടും, അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. അതുപോലെ നാട്ടിലൊക്കെ പോകുമ്പോൾ ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു ഫോൺ കണ്ടാൽ ഞാൻ അപ്പോൾ പോയി ചോദിക്കും. ഫോൺ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ എൻ്റെ ചാനൽ ഓപ്പൺ ചെയ്യും. അതിൽ പ്ലേലിസ്റ്റ് കയറിയിട്ട് ഒരു ഫോൾഡർ ഇതുപോലെ റൺ ചെയ്യിച്ചിടാറുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് വാച്ച് അവർ കിട്ടും. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വാച്ച് അവർ എത്തിക്കാൻ കഷ്ടപ്പെടുന്ന കുറേ പേരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ടിപ്സായിട്ട് ഇത് കൂട്ടിക്കോളൂ. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് ഞാൻ പറയാം. അതായത് നമ്മുടെ ഡിവൈസിൽ നമ്മുടെ ചാനലുള്ള മെയിൽ ID യൂസ് ചെയ്യേണ്ട, അതല്ലാത്ത വേറെ ഏതെങ്കിലും മെയിൽ ID യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ചാനലിലെ വീഡിയോസ് റൺ ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ചാനലിൽ കയറിയിട്ട് നമ്മുടെ പ്ലേലിസ്റ്റിൽ കയറിയിട്ട് നമുക്ക് നമ്മുടെ ഫോൾഡർ ഓപ്പൺ ചെയ്തിടാം. നമ്മളെ വീഡിയോസ് ഓപ്പൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വാച്ച് അവർ കൂടി കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് വേറെ ഒരു നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ആരുടെയെങ്കിലുമൊക്കെ ഇതുപോലെ ഫോൺ ഫ്രീ ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഫോണിലും ഇതുപോലെ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ വാച്ച് അവർ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്കങ്ങനെ ഒരു ലാസ്റ്റ് എൻ്റെ വാച്ച് അവർ മീറ്റ് ചെയ്യാൻ കുറച്ചും കൂടെ ഒരു ഹെൽപ്ഫുള്ളായിട്ടുണ്ട് ഈ ഒരു ഇങ്ങനെ ചെയ്തതിന് ശേഷം കേട്ടോ. ഇത് നിങ്ങൾക്ക് എത്രത്തോളം എഫക്റ്റ് ആവുമെന്ന് എനിക്കറിയില്ല. എന്തായാലും അത് ഒരു നല്ല ഓപ്ഷനാണ്. എനിക്കറിയുന്നവർക്കൊക്കെ ഞാനിത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാച്ച് അവർ ഇൻക്രീസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം. അപ്പോൾ എനിക്ക് തോന്നുന്നു പുതിയൊരു ആൾക്കാർക്കൊക്കെ അതൊരു വലിയ ഹെൽപ്പായിരിക്കും. നമ്മുടെ ചാനൽ വേറൊരു ഡിവൈസിൽ, ഇപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ അച്ഛൻ്റെയും അമ്മേൻ്റെയും അല്ലെങ്കിൽ ബ്രദേഴ്സിൻ്റെയും സിസ്റ്റേഴ്സിൻ്റെയും എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ ആരുടെയെങ്കിലും ഫോൺ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഇതുപോലെ യൂട്യൂബിൽ കയറിയിട്ട് നമ്മുടെ ചാനലിൽ കയറിയിട്ട് പ്ലേലിസ്റ്റ് കയറിയിട്ട് നമ്മളെ ഫോൾഡർ ഓപ്പൺ ചെയ്തിടുക, പ്ലേ ചെയ്തിടുക. അങ്ങനെ ചെയ്തിടുന്നതിലൂടെ നമുക്ക് വാച്ച് അവർ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഈ ഒരു രീതി വാച്ച് അവർ മീറ്റ് ചെയ്യാൻ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സബ്സ്ക്രൈബേഴ്സിന് നമുക്ക് വാച്ച് അവർ കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് കാണുന്നതിനനുസരിച്ച് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഓട്ടോമാറ്റിക് ഇൻക്രീസ് ആയിട്ട് വരും. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ യൂട്യൂബിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യാം. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അതുപോലെ എൻ്റെ വീഡിയോ കാണുക, ഇനിയും മുന്നോട്ട് കാണുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ബൈ.